friends, thanks for joining me on Nikki Learns and Teaches. Let's level up our skills today. അപ്പോൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് ലാസ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് അടുത്ത പാർട്ടിലെന്ന്. Today we are going to talk about the different types of compounding. Let's make it super easy and fun. So, what all types are there? Let's find out together. And the first one is half yearly compounding. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ആഡഡ് ടു ദ പ്രിൻസിപ്പൽ ബാലൻസ് എവറി 6 months. ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ 6 മാസം കൂടുമ്പോഴുമാണ്, ഒരു വർഷത്തിൽ 2 തവണയായിട്ട്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/2 റേസ് ടു 2 ഇൻറ്റു T. ഇവിടെ A എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഇക്വേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് എമൗണ്ട്. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എന്ന് പറയുന്നത് ആ ഒരു ടൈം പീരീഡാണ്, എത്ര കാലയളവിലാണ്, എത്ര വർഷമാണ്, അതാണ് T എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇവിടെ R/2 എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ചോയ്സ് എ ഇയർ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 6 months, എവറി 6 months, 6 മാസം കൂടുമ്പോൾ ചെയ്യുന്നു. അതുകൊണ്ട് ഒരു വർഷത്തിൽ 2 തവണയാണ് കാൽക്കുലേഷൻ നടക്കുന്നത്. അതാണ് അവിടെ R/2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഇത് പറഞ്ഞു പോയി കഴിഞ്ഞിട്ട്. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. ദി സെക്കൻഡ് വൺ ഈസ് ക്വാർട്ടർലി കോമ്പൗണ്ടിങ്. പേരുപോലെ തന്നെയാണ്. ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ആഡഡ് ടു ദ പ്രിൻസിപ്പൽ ബാലൻസ് എവരി 3 months. ഒരു വർഷത്തിൽ ഓരോ 3 മാസം കൂടുമ്പോഴും, അതായത് 4 തവണയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/4 റേസ് ടു 4 ഇൻറ്റു T. ഇവിടെ 4 വന്നത് എവരി 3 months ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 4 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് തേർഡ് വൺ ഈസ് മന്ത്ലി കോമ്പൗണ്ടിങ്. എന്താണ് മന്ത്ലി കോമ്പൗണ്ടിങ്? ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ആഡഡ് ടു ദ പ്രിൻസിപ്പൽ ബാലൻസ് എവറി മന്ത്. ഓരോ മാസവും കോമ്പൗണ്ട് ചെയ്യുന്നതിനാണ് മന്ത്ലി കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വേഷൻ വരുന്നത് A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/12 റേസ് ടു 12 ഇൻറ്റു T. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12 തവണയാണ്, ഒരു വർഷത്തിൽ 12 തവണ ചെയ്യുന്നു. സോ അതുകൊണ്ട് R/2 എന്ന് പറയുന്നു. ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് 12 times ഇൻ എ ഇയർ, വർഷത്തിൽ 12 തവണ കണക്ക് കൂട്ടുന്നു. ഇനി T നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൈം പീരീഡാണ്, എത്ര വർഷത്തേക്കാണോ തരുന്നത് അതാണ് അവിടെ ഇൻറ്റു ചെയ്യേണ്ടത്. അത് നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ഡെയിലി കോമ്പൗണ്ടിങ്. അതിൽ തന്നെ ഉണ്ട് എന്താണ് ഡെയിലി കോമ്പൗണ്ടിങ്. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് 365 times ഇൻ എ ഇയർ. വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ 365 ദിവസവും കോമ്പൗണ്ട് ചെയ്യുന്ന രീതിയാണ് ഡെയിലി കോമ്പൗണ്ടിങ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A ഈസ് ഈക്വൽ ടു P ഇൻറ്റു 1 + R/365 റേസ് ടു 365 ഇൻറ്റു T. T വർഷമാണ്, 365നെ ആ വർഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ആൻഡ് നെക്സ്റ്റ് വൺ, K ടൈം കോമ്പൗണ്ടിങ്. എന്താണ് K ടൈം കോമ്പൗണ്ടിങ്? ഹിയർ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് K times ഇൻ എ ഇയർ. അതായത് ഒരു വർഷത്തിൽ എത്ര തവണയാണോ ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്നത്, ചിലപ്പോൾ അത് 5 ആവാം, 6 ആകാം, അത് എത്രയാണോ തരുന്നത് അത് തന്നെയാണ് K ടൈംസ്. അവിടെ Kയുടെ സ്ഥാനത്ത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടൈമാണ് യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ അതുകൊണ്ടാണ് കെ ടൈം കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പീരീഡ്സ് കെ ഇൻറ്റു ടി. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+r/k റൈസ് ടു കെ ടി. അപ്പോൾ കെ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതായിരിക്കും. ആ കെയുടെ സ്ഥാനത്ത് ആ നമ്പർ ആഡ് ചെയ്യാം. ആൻഡ് ദി നെക്സ്റ്റ് വൺ ആൻഡ് ദി ലാസ്റ്റ് വൺ, കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. വാട്ട് ഈസ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്? ഇതിനെ ഇൻഫിനിറ്റ് കോമ്പൗണ്ടിങ് എന്നും പറയാറുണ്ട്. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ഓൾസോ നോൺ ആസ് ഇൻഫിനിറ്റ് കോമ്പൗണ്ടിങ്. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് ഓവർ എ കണ്ടിന്യൂസ് ടൈം പീരീഡ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈം പീരീഡിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ്, അത് എത്രയും ആകാം, അത്രയും തവണ കണ്ടിന്യൂസ് ആയിട്ട് കോമ്പൗണ്ടിങ് നടക്കുന്നത് കൊണ്ടാണ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ഓർ ഇൻഫിനിറ്റ് കോമ്പൗണ്ടിങ് എന്നതിന് പേര് വന്നിരിക്കുന്നത്. ഇത് ചിലപ്പം വർഷത്തിലൊരിക്കലാകാം, ചിലപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം ആകാം, ഇല്ലെങ്കിൽ ക്വാർട്ടർലി 4 പ്രാവശ്യമാകാം, മന്ത്ലി ആകാം. ഇങ്ങനെ എത്രയാണെന്ന് ആ ക്വസ്റ്റ്യൻ തരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഇക്വേഷനിലും കുറച്ച് ചേഞ്ച് ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. എ ഈസ് ഈക്വൽ ടു പി ഇ റേസ് ടു ആർ ടി. ഇവിടെ ഇ എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക വാല്യൂ ഉണ്ട്. ആ വാല്യൂ ചേർത്തിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, എ എന്ന് പറയുന്നത് എമൗണ്ട് ആണ്, ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ടി എന്ന് പറയുന്നത് ടൈം ഓഫ് പീരീഡ് ആണ്. ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ളത് ഇ ആണ്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ 2.71828 ആണ്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഈ വരുന്നിടത്ത് ഈയുടെ വാല്യൂ ആണ് ഇട്ടിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് ഈസ് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്? ഇറ്റ് മീൻസ് ഇയർലി, മന്ത്ലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു മൊമെൻറ്റിലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെല്ലാം ഓരോ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു പോകാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 10,000 at 12% per annum for 1 year, ഹാഫ് ഇയർലി കോമ്പൗണ്ട്. ഇവിടെ ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്, 10,000 രൂപയാണ്. റേറ്റ് 12% ഇയർ, അതായത് ടി തന്നിട്ടുണ്ട് 1 എന്നാണ്. അപ്പോൾ ഇവിടെ n കണ്ടുപിടിക്കാൻ സുഖമാണ്. n എന്ന് പറയുന്നത് 2 ആണ്. കാരണം ഹാഫ് ഇയർലി കോമ്പൗണ്ടാണ്, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്യുന്നു. ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ യൂസ് ചെയ്യുക, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1+r/2 റേസ് ടു 2 × 2 ടി. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു എമൗണ്ടൊക്കെ അപ്ലൈ ചെയ്യാം. അവിടെ 10,000 ഇൻറ്റു 1+r/100 റേസ് ടു 2. എന്തുകൊണ്ടാണ് അവിടെ 2 വന്നത്? അത് കുറച്ച് സ്റ്റെപ്പ് കുറച്ചിട്ടാണ് ഞാൻ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ റേറ്റ് 12% തന്നിട്ടുണ്ട്. സോ നമ്മളവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 10,000 ഇൻറ്റു 1+12/2 ആണ് വരുന്നത്. 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6/100 റേസ് ടു 2. കാരണം ഇയർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 × 1 2 തന്നെയാണല്ലോ വരിക. അപ്പോൾ നമുക്ക് അങ്ങനെ ആൻസർ കിട്ടി. ഇനി 6% എന്ന് പറയുമ്പോൾ 6/100. 6/100നെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.06 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ബ്രാക്കറ്റിലുള്ള ആ 1 കൂടെ ആഡ് ചെയ്യുമ്പം 1.06 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. 10,000 ഇൻറ്റു 1.06 റേസ് ടു 2.
അപ്പോൾ ഇതുവരെ പറഞ്ഞു തന്ന കണക്കനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെ ഈ കണക്ക് ചെയ്യാനിരിക്കുക. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് ഇത് ക്ലിയർ ആവുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു, ഇവിടെ ഇപ്പം 1.06നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ചെയ്യാനാണ്. ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യം ചെയ്യേണ്ടി വന്നുള്ളൂ. ഓക്കെ, 1.06 ഇൻറ്റു 1.06 നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ എപ്പോഴും ഇവിടെ 2 ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ 6 വരാം, 20 വരാം, 12 വരാം, 24 വരാം. അവിടെ എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ മൾട്ടിപ്ലൈ ഓരോന്നോരോന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മാത്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോഗരിതമാണ്. അത് നമ്മളെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ലോഗരിതം, ആൻറ്റി ലോഗരിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു 1.1236, അതായത് 1.06നെ 1.06 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് താഴെയുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ സംഖ്യ നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 5ഓ 6ഓ നമ്പേഴ്സ് വരാം. പക്ഷെ നമ്മൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു 4 നമ്പർ എടുത്താൽ മതിയാകും. സോ ഇപ്പോൾ ഇവിടെ 1.1236 എന്ന് കിട്ടി. ഇനി ഇതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 11,236. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ a - b ആണ്. അതായത് എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ എമൗണ്ടിനെ മൈനസ് ചെയ്യുക. ഇപ്പം നമുക്ക് എമൗണ്ട് കിട്ടി 11,236. അതിൽ നിന്നും 10,000 മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ ഈ റിസൾട്ട്? 1,236, 1236 ഇവിടുത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആയിട്ടില്ലെങ്കിൽ ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണണം. അതുപോലെ ക്വാർട്ടർലി ഉള്ളൊരു ഇത് നമുക്ക് ഇതിൽ തന്നെ ചെയ്ത് നോക്കാം. ഈ 12%, 10,000 ഒരു 1 ഇയർ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ പോയിന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. റേറ്റ് 12% ആണ്. അത് ഡിവൈഡഡ് ബൈ 4 എന്ന് വരുമ്പോൾ 3% എന്ന് നമുക്ക് കിട്ടും. ടൈം എന്ന് പറയുന്നത് 4 ഇയേഴ്സ് ആണ്. സോ 4 × 1 എന്ന് പറയുമ്പോൾ 4 പീരീഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതണം. A = P × 1 + R/4 raised to 4 × T. ആദ്യം ഇക്വേഷൻ എഴുതിയിട്ട് വേണം ഈ നമ്പേഴ്സൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10,000 × 1 + നമുക്ക് 3% എന്ന് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. 3/100 raised to 4. 4 × 1 4 ആണല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അത് 1.03 എന്നായിട്ടുണ്ടാവും. ഓക്കെ, അത് ഇവിടെ കൂടുതൽ സ്റ്റെപ്പായി എഴുതണ്ടെന്ന് വെച്ചിട്ടാണ് ഷോർട്ടാക്കി കൊടുത്തത്. പറഞ്ഞു തരാം. 3/100നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.03 എന്ന് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ആ ബ്രാക്കറ്റിലുള്ള 1 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 1.03 എന്ന് കിട്ടുന്നത്. സോ ഇതിനെ നമുക്ക് റേസ് ടു 4 എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2ഓ 4ഓ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ലോഗരിതം തന്നെ ഉപയോഗിക്കണം. നമുക്ക് ഇവിടെ തന്നെ ലോഗരിതം ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10,000 ഇൻറ്റു, ഇവിടെ 1.1255 എന്ന് കിട്ടിയത് ലോഗരിതം യൂസ് ചെയ്തിട്ടാണ്. ലോഗരിതം യൂസ് ചെയ്തിട്ട് കിട്ടിയ ഒരു എമൗണ്ട് ആണ്. അപ്പോൾ ആ ലോഗരിതം നമുക്കൊന്ന് നോക്കാം. കാൽക്കുലേറ്ററിൽ നമ്മൾ ലോഗരിതം യൂസ് ചെയ്യുന്നത് ഫസ്റ്റിലെ ബേസിക് കാൽക്കുലേറ്റർ ആയിരിക്കും മിക്കവാറും ഷോ ആയിരിക്കുന്നത്. അതിൽ സയൻറ്റിഫിക് എടുക്കുക. ദെൻ ലോഗ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാവും. അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 1.03 ആണ്. സോ ലോഗ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട്
1.03 എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ ഇക്വേഷൻ കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു ആൻസർ കിട്ടും. അപ്പോൾ 1.03 ലോഗരിതം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.01284 എക്സെട്ര ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 37 എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതിന് നമ്മളൊരു പോയിന്റ് കഴിഞ്ഞിട്ട് 4 ഡെസിമൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 നമ്പേഴ്സ് എടുത്താൽ മതി. സോ നമുക്ക് ഇവിടെ 0.0128 എന്ന് എടുത്താൽ മതി. അതിനെ റേസ് ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1.03 റേസ് ടു 4 എന്നാണ്. അപ്പോൾ 1.03ൻ്റെ ലോഗരിതമാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 0.0512. അതായത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് 0.0128 ഇൻറ്റു 4 എന്ന് നിങ്ങൾ ഇപ്പം തന്നെ അടിക്കുക. അപ്പം നമുക്ക് ആൻസർ കിട്ടും 0.0512. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റി ലോഗരിതം കാണണം. അപ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ 10⁻x എന്ന ബട്ടൺ ഉണ്ടോ എന്ന് നോക്കുക. അതില്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ലോഗ് അടിക്കുക. അതായത് 10⁻x ഉണ്ടെങ്കിൽ ആ ഒരു ബട്ടൺ മാത്രം പ്രസ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഉണ്ടല്ലോ 0.0512 എന്നുള്ളത്, അതടിച്ചു കൊടുക്കുക. ഇനി 10⁻x എന്ന ബട്ടൺ ഇല്ലെങ്കിൽ ഷിഫ്റ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, പിന്നെ ലോഗ് എന്ന ബട്ടണും ടച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ സെയിം നേരത്തെ പറഞ്ഞ ആ സംഖ്യ 0.0512 എന്ന സംഖ്യ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.125122 എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ അത്രയും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. സോ 5 കഴിഞ്ഞാൽ 1 എന്നുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് 2 എന്നാണല്ലോ, അത് നമ്മളൊരു മിനിമം 5 ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും 1.1255. ഓക്കെ, അതിനെ 10,000 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ആൻസർ നമുക്ക് 11,255 എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? A-P. അതായത് 1,255 രൂപയാണ് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. ഇതുപോലെ തന്നെയാണ് മന്ത്ലി കോമ്പൗണ്ടിങ്ങും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ. സെയിം ഇതുപോലെ ലോഗരിതം ആൻറ്റി ലോഗരിതം കാണുക. ഇവിടെ തന്നിരിക്കുന്നത് 5,000 അറ്റ് 12% പെർ ആനുവം 1 ഇയർ മന്ത്ലി. അതായത് 5,000 രൂപയാണ്, 12% തന്നിരിക്കുന്നത്. ഒരു വർഷമാണ് തന്നിരിക്കുന്നത്, മന്ത്ലി കോമ്പൗണ്ടിങ് ആണ്. ഇവിടെ റേറ്റ് 12%. 12നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് എങ്ങനെയാണ് 12 വന്നേ? 12% ബൈ 12 തവണ കോമ്പൗണ്ടിങ്. അപ്പോൾ 12/12 അല്ലേ? 12/12നെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1% എന്ന് കിട്ടും. ഓക്കെ, ഈ 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/100 ആണ്. 100 ആണ് എപ്പോഴും പെർസെൻറ്റേജ് വരിക. 1/100 എന്ന് പറഞ്ഞാൽ 0.01. അത് ഡെസിമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ 5,000 ഇൻറ്റു 1 പ്ലസ് 1/100 റേസ് ടു, അവിടെയും 12 ഇൻറ്റു 1 ആണ് വരുന്നത്. കാലാവധി 1 അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ 1/100 എന്ന് പറയുന്നത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഒന്നുകൂടെ കൂട്ടിക്കഴിയുമ്പോൾ 1 + 0.1 എന്നായി, റേസ് ടു 12. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇവിടെ കണ്ടോ, റേസ് ടു 12 ആണ് വന്നിരിക്കുന്നത്. 12 തവണ നമ്മൾ ഈ 1.01നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ എക്സാം എഴുതുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ ലോഗരിതം ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ലോഗ് പ്രസ് ചെയ്യുക, 1.01 എന്ന് കൊടുക്കുക, അതിൻ്റെ ആൻസർ വരും. ആ ആൻസറിൻ്റെ കൂട്ടത്തിൽ ഇൻറ്റു 12 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനെ നമ്മൾ ആൻറ്റി ലോഗരിതം കാണണം. അത് ഒന്നുകിൽ 10⁻x കൊടുക്കുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ലോഗ് അടിക്കുക, എന്നിട്ട് ഈ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറിനെ വീണ്ടും നമ്മൾ 5 ഇൻറ്റു, ആ ആൻസറാണ് ഇവിടെ 1.1268 എന്ന് കിട്ടിയിരിക്കുന്നത്. ലോഗരിതവും ആൻറ്റി ലോഗരിതവും കണ്ടു കഴിഞ്ഞിട്ട് കിട്ടിയ ആൻസറാണ്. അതിനെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടുമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക.
അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 5634. ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന 634 ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, സോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഡെയിലി കോമ്പൗണ്ടിങ് ആണ്. അതും ഇതുപോലെ തന്നെയാണ്. ഡെയിലി കോമ്പൗണ്ടിങ്ങിൽ ഒരു വ്യത്യാസം വരുന്നത് 365 ദിവസവും, ഡെയിലി കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ 365 ദിവസവും കോമ്പൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഫൈൻഡ് ദ എമൗണ്ട് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 20,000 at 10% per annum compounded daily for 1 year. ഒരു വർഷത്തിൻ്റെ കണക്കാണ് പറയുന്നത്. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ 365 തവണ കോമ്പൗണ്ട് ചെയ്യുന്നു. എത്ര രൂപ? 20,000 രൂപയ്ക്ക് 10% ഇവിടെ റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ്, ടൈം, കോമ്പൗണ്ടഡ് ഡെയിലി, ഇതെല്ലാം എന്നൊക്കെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താക്കണം? ഈ ഒരു ഇതിലേക്ക് പോകണം. ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1 ആയിട്ട് ചെയ്യേണ്ടത് കൺവേർട്ട് റേറ്റ്. നേരത്തെ ചെയ്ത പോലെ തന്നെ റേറ്റിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത് ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നുള്ളൂ, നേരത്തെ പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. R = R/100. R എന്ന് പറയുന്നത് റേറ്റ് ആണ്. റേറ്റ് എന്ന് പറയുന്നത് 10 ആണ്. 10/100 കൺവേർട്ട് ചെയ്യുമ്പോൾ 0.10 എന്നായി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ R/n കാണണം. അതായത് 0.10നെ 365 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ആൻസറാണ് 0.000273997 എന്ന്. ഡിവിഷനൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് എമൗണ്ട് ഫോർമുല. അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ യൂസ് ചെയ്യണം. A = P × 1 + R/n nt. നമ്മളതിന് പകരം എമൗണ്ട് കൊടുക്കുന്നു. 20,000 × 1 + 0.150 ഡിവൈഡഡ് ബൈ 365. മുകളിലും അതുപോലെ 365 × 1. അത് 365 തന്നെയാണല്ലോ. അതായത് ഇത്ര തവണ 365 തവണ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ ലോഗരിതം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും 365 തവണ ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സംഖ്യേനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് പകരം ലോഗരിതം, ആൻറ്റി ലോഗരിതം യൂസ് ചെയ്യാം. അവസാനം നമുക്ക് ആൻസർ കിട്ടും. A = 20,000 × 1.10516. ആൻസർ എത്ര കിട്ടിയ? ഇൻറ്റു ചെയ്യുമ്പോൾ 22,103.20. ഇതാണ് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് ലോഗരിതത്തിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബൈഹാർട്ടാക്കി വെക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഒരു ചാർട്ട് വായിച്ച് നോക്കുക. അതായത് 0.05ൻ്റെ ലോഗരിതമാണ്. EX വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത് 1.0513 എന്ന്. താഴെ വരെ 1 വരെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കുക. അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ. ഇവിടെ എമൗണ്ട് തന്നിരിക്കുന്നത് 22,103. അതിൽ നിന്ന് 20,000 മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 2,103.20. നെക്സ്റ്റ് നമ്മൾ K ടൈംസ് പെർ ഇയറിൻ്റെ ഒരു ഇതാണ്. അത് K ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈം അവിടെ ഇഷ്ടമുള്ള അത്രയും കോമ്പൗണ്ടിങ് കൊടുക്കാം. 6, 7, 8 എത്രയാണോ വെച്ചാൽ കൊടുക്കാം. അതനുസരിച്ച് ഇപ്പം മുകളിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടതാണ്. ലോഗരിതം ആൻഡ് ആൻറ്റി ലോഗരിതം ഉപയോഗിക്കണം. പിന്നെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൻ്റെയാണ്. അത് നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ ചെറിയ ചേഞ്ച് ഉണ്ട്. A = PE⁻RT എന്നാണ്. ഇയുടെ വാല്യൂ 2.7128 ആണ്. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ വായിച്ച് നോക്കുക. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. സപ്പോസ് 10,000 at 10% ആനുവൽ ഇൻട്രസ്റ്റ് ഫോർ 2 years വിത്ത് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൽ
ഈ 10,000 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കതിനകത്തേക്ക് പോകാം. ഇക്വേഷൻ ക്വസ്റ്റ്യൻ സപ്പോസ് 10,000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. റേറ്റ് 10% ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്നത് 2 years ആണ്. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ്. സോ പ്രോബ്ലം സോൾവ് ചെയ്യാം. 10,000 ഇൻറ്റു e⁻⁴ അവിടെ തന്നിരിക്കുന്ന RT ആണ്. R എന്ന് പറയുന്നത് 10% നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചതനുസരിച്ച് 0.1 എന്ന് കിട്ടും. ഇൻറ്റു 2 2 വർഷം. അതിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്യുമ്പം 0.2 എന്ന് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് ഈയുടെ ഒരു വാല്യൂ അവിടെ എഴുതണം. ഇനി അവിടെ കുറച്ചൊരു വ്യത്യാസത്തിൽ വരുന്നത് e⁻⁴ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഈയുടെ പവറിനെ, ഈയുടെ ഒരു വാല്യൂവിനെ 0.2 ടൈം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 0.2 ടൈം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ലോഗരിതം തന്നെ എടുക്കണം. പ്രസ് ലോഗ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഈയുടെ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ ആദ്യം ഈയുടെ വാല്യൂ 2 ആ ഒരു എമൗണ്ട് തന്നിട്ടില്ലേ, അത് വെച്ചിട്ട് 2.71828 ഇത് വെച്ചിട്ട് ലോഗരിതം കണ്ടുപിടിക്കുക. അതിനുശേഷം അതിനെ 0.2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഒരു ആൻസർ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ലോഗരിതം കാണുക. പ്രസ് 10⁻⁻XO അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ലോഗ് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു സംഖ്യേനെ നമുക്ക് ആൻസർ കിട്ടും. അത് വെച്ചിട്ട് ഈ ഒരു 10,000നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ബാക്കിയൊക്കെ സെയിം ആണ്. ബാക്കിയുള്ള എല്ലാ ഇതും കിട്ടിയ പോലെ തന്നെയാണ് ഇതും കിട്ടുക. ഇനി നെക്സ്റ്റ് ഒരു പാർട്ടും കൂടി ഇതിനകത്തുണ്ട്. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. എഫക്റ്റീവ് ഈൽഡ് എന്നാണ് പറയുന്നത്. എന്താണ് എഫക്റ്റീവ് ഈൽഡ്? ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്യേണ്ടി വരുമ്പം അതിൻ്റെ യഥാർത്ഥ വരുമാനം കൂടുന്നു. ഈ യഥാർത്ഥ വരുമാനത്തെയാണ് എഫക്റ്റീവ് ഈൽഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് ആനുവൽ റേറ്റ് അഥവാ EAR എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടുന്നത് കാണാം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇവിടെ EAR കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് EAR = 1 + R/K raised to K - 1 എന്നാണ്. ഇവിടെ R എന്ന് പറയുന്നത് നോർമലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. K എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോമ്പൗണ്ടിങ് പീരീഡ്സ് പെർ ഇയർ ആണ്. ഒരു വർഷത്തിൽ എത്ര തവണ കോമ്പൗണ്ട് ചെയ്യുന്നു എന്നതാണ് അവിടെ K എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എഴുതേണ്ടത്. അതുപോലെ T ഇയർ ആണ്. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ പറയാണ്. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 1 lakh grows at 12% per annum compounded by half yearly. Calculate the maturity value after 2 years. Also find the effective yield. ഇവിടെ ആദ്യം എമൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തേക്ക് ഉള്ള എമൗണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതുപോലെ എഫക്റ്റീവ് ഈൽഡും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ P എന്ന് പറയുന്നത് 1 lakh ആണ്. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 12/100 അത് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0.12. ഇനി T എന്ന് പറയുന്നത് 2 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ K നമുക്ക് 2 കിട്ടും. കാരണം എന്താ, ഹാഫ് ഇയർലി കോമ്പൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ 2 തവണയാണ് കാൽക്കുലേഷൻ നടക്കുന്നത്. അപ്പോൾ K എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ മെച്യൂരിറ്റി വാല്യൂ A = P × 1 + R/K raised to KT എന്ന് കിട്ടും. അവിടെ നമ്പർ അപ്ലൈ ചെയ്യുമ്പോൾ പിയുടെ സ്ഥാനത്ത് നമ്മൾ 1 lakh എന്ന് കൊടുക്കുന്നു. 1 + 0.12/2 അതായത് ആ റേറ്റ് ആണ്. പിന്നെ raised to 2 × 2. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 lakh × 1 + ആ 0.12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ ആൻസർ ഡെസിമലി കൺവേർട്ടായി കിട്ടിയതാണ് 0.06.
അവിടെ മുകളിൽ ആ ഒരു കെയും ടിയും കൂടെ ഇൻറ്റു ചെയ്ത് 4 കിട്ടും. സെയിം ഇതുപോലെ 1 കൂട്ടിയിട്ട് കഴിയുമ്പോൾ 1.06 കിട്ടും. ഇവിടെയും 1.06 4 പ്രാവശ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻറ്റി ലോഗരിതം കാണുക. കിട്ടുന്ന ആൻസർ 1.2625 എന്നാണ്. അതിനെ 1 ലാക്ക് കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 12,6247.696 എന്നാണ്. ഇനി ഇതിൻ്റെ എഫക്റ്റീവ് ഈൽഡും കൂടെ കണ്ടുപിടിക്കണം. എഫക്റ്റീവ് ഈൽഡ് കണ്ടുപിടിക്കാനുള്ളത് F = 1 + R/K(K-1). നേരത്തെ നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ കണ്ടുപിടിക്കുന്നത് എഫക്റ്റീവ് ഈൽഡാണ്. അതായത് കൂടുതൽ വരുമാനം ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. നോമിനൽ പെർസെൻറ്റേജ് ആണ് 12% എന്ന് പറഞ്ഞിരിക്കുന്നത്, സാധാരണ പലിശ. ഇനി അത് എഫക്റ്റീവ് ഈൽഡിലേക്ക് വരുമ്പോൾ എത്ര ശതമാനം വരുന്നതാണ് നോക്കണേ. അപ്പോൾ F 1 + നമ്മൾ നേരത്തെ കൊടുത്ത അതേ സെയിം ഇതിന് കൊടുക്കുക. 0.12 ഡിവൈഡഡ് ബൈ 2 എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എത്ര കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി 2 പ്രാവശ്യം. മുകളിൽ (2) കൊടുക്കുക, -1 കൊടുക്കുക. വീണ്ടും നമുക്ക് കൺവേർട്ടിലേക്ക് ആക്കി കിട്ടും റേറ്റ് 0.06. അതിനെ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ 1.06 (2 - 1) എന്ന് കിട്ടും. ഓക്കെ, അതായത് 1.06 2 കൊണ്ട് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 1 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1.06 2 പ്രാവശ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.1236 ആണ്. അതിൽ നിന്നും -1 കുറയ്ക്കുക. അപ്പോൾ 0.1236 എന്ന് കിട്ടും. അതായത് 12.36%. ആദ്യം പറഞ്ഞ നോമിനൽ പെർസെൻറ്റേജ് ഇവിടെ 12% ആയിരുന്നു പറഞ്ഞത്. അത് വെച്ചാണ് നമ്മൾ കണക്ക് തുടങ്ങിയത്. പക്ഷേ ലാസ്റ്റ് എഫക്റ്റീവ് ഈൽഡിൽ നമുക്ക് കൂടുതൽ വരുമാനം കാണിക്കും. ആ വരുമാനത്തിൻ്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 12.36% ആണ്. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ഈൽഡ് എന്താണെന്ന് മനസ്സിലായി കാണും. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ഇതേപോലെ സെയിം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ലോഗരിതം ആൻറ്റി ലോഗരിതം യൂസ് ചെയ്യുക. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സെൽഫ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. എന്തിനെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ആൻസർ കണ്ടുപിടിച്ചവർ ആൻസർ ഇടുക. ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നോട്ട് ചെയ്യുക. ജസ്റ്റ് സെൽഫ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണോ, സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണോ അതോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് നോട്ടിഫൈ ചെയ്യുക. നമ്പർ ഇട്ടിട്ട് ഏത് ക്വസ്റ്റ്യനാണ് നമ്പർ ഇടുക. നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കണമെന്നുണ്ടെങ്കിൽ ടൈം കിട്ടില്ല. എക്സാമായി ഈ മാസം ലാസ്റ്റാണ് എക്സാം. സോ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അടുത്ത വീഡിയോ മുതൽ. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഉള്ള ഓരോ ക്വസ്റ്റ്യൻ വീതം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഓരോ വീഡിയോ ആയിട്ട് പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.